കഴിഞ്ഞ ഒരാഴ്ചക്കാലം സുഖമില്ലാത്തതുകൊണ്ടാണ് ഒരു വീഡിയോ ഇറക്കുവാൻ കഴിയാതിരുന്നത്. എന്നാലിപ്പോൾ സുഖമുണ്ട്. അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം നമ്മുടെ ഇന്ത്യയിൽ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് രണ്ട് കന്യാസ്ത്രീകളെ അവരെ അടച്ച ഒരു വിവാദ വിഷയം. എന്തിനാണ് അവരെ തുറങ്കിലടച്ചത്? അവർ യാത്ര ചെയ്യുമ്പോൾ രണ്ട് ആദിവാസികളെ ജോലി കൊടുക്കാനായിട്ട് കൊണ്ടുപോകുന്ന വഴി TTR വരികയും അവരെ ചെക്ക് ചെയ്യുകയും വേറെ രണ്ടുപേർ ആരാന്ന് ചോദിക്കും, ഇവർ രണ്ടുപേരാണെന്ന് പറയുകയും അവർ ചെയ്തു. ഒരു ഇന്ത്യൻ റെയിൽവേയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ പണി എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവൻ്റെ പണി ഈ പറയുന്ന രീതിയിൽ ഉള്ള ജോലിയാണോ അവൻ ചെയ്യുന്നത്? അല്ല. അവന് റെയിൽവേയിലെ ഉദ്യോഗസ്ഥനാ, അവൻ്റെ ജോലിയല്ല ചെയ്യേണ്ടത്. മറിച്ച് എന്താണ് ചെയ്യുന്നത്? മനുഷ്യക്കടത്തെന്ന് ആരോപിച്ചു, അല്ലെങ്കിൽ മതത്തിൽ ചേർക്കാനാണെന്ന് കൊണ്ടുപോകുന്നതെന്നും പറഞ്ഞ് ഹിന്ദുത്വ തീവ്രവാദികളെ വിളിച്ച് പറയുകയാണ്. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ വളയുകയും അവരെ ഇറക്കി വിടുകയും പിന്നീട് പോലീസ് അവർക്കെതിരെ കേസെടുക്കുകയും അവരെ തുറങ്കിലടയ്ക്കുകയും ചെയ്തു. പക്ഷെ അവിടെ നടന്ന സാഹചര്യങ്ങളതല്ല. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് വിഭാഗങ്ങൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഹിന്ദുത്വ തീവ്രവാദികൾ അവരെ ചോദ്യം ചെയ്യുകയും അവരെ കയ്യേറ്റം ചെയ്യുകയും അവർക്കെതിരെ അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മൾ നേരിൽ കണ്ടു. പോലീസ് അവിടെ എന്താണ് നോക്കൂത്തികളായിട്ട് നിൽക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, ഇന്ന് എല്ലാ മേഖലകളിലും, ഇപ്പോൾ റെയിൽവേ ആയാലും പോലീസ്, ഇപ്പോൾ ജുഡീഷ്യറി ആയാലും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും രാജ്ഭവനായാലും എല്ലാം ഇന്ത്യ ഭരിക്കുന്ന ഹിന്ദുത്വ തീവ്ര സ്വഭാവമുള്ളവർ ഇന്ന് കയ്യിലൊതുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എല്ലാ മേഖലയിലും അവരാണ് കയ്യിലൊതുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. പോലീസിന് അവിടെ അധികാരമില്ല. റെയിൽവേയുടെ ഉദ്യോഗസ്ഥൻ റെയിൽവേ ജോലിയല്ല അവൻ ചെയ്യുന്നത്. ഗവർണറിൻ്റെ ജോലിയല്ല ചെയ്യുന്നത്. ഗവർണർ വന്നിരുന്ന ശാഖ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എല്ലാ മേഖലകളിലും ഹിന്ദുത്വ തീവ്രവാദികൾ കൈയടക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യം, ഇന്ത്യ മഹാരാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെ ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒരു ഭരണഘടന നമുക്കുണ്ട്. ആ ഭരണഘടനയെ മാനിച്ച് അനുസരിച്ചാണ് നമ്മൾ ഈ മഹാരാജ്യത്ത് ജീവിക്കേണ്ടത്. ആ ഭരണഘടനയെ ഇന്ന് ഇല്ലാതാക്കിക്കൊണ്ട്, അല്ല മാറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ ആക്രമിക്കുക, മറ്റുള്ള ദേവാലയങ്ങളെ ആക്രമിക്കുക, പ്രാർത്ഥനാ സ്ഥലങ്ങളെ ആക്രമണം നടത്തുക, അല്ല പുരോഹിതന്മാരെ, അവരുടെ പാസ്റ്റർമാരെ ഉപദ്രവിക്കുക, കള്ളക്കേസിൽ കുടുക്കി അവരെ ജയിലിലാക്കുക, ഇതാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഈ മണ്ടന്മാർ മനസ്സിലാക്കുക, നിങ്ങൾ എവിടെ ക്രിസ്ത്യാനികളോ ഉപദ്രവിക്കുന്നു അവിടെ ക്രിസ്തുവിൻ്റെ സന്ദേശം വളരുക തന്നെ ചെയ്യും. ലോകത്തിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. ലോകത്ത് ക്രിസ്ത്യാനി വളരെ കഷ്ടം അനുഭവിച്ചു. അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ലായിരുന്നു. അവരുടെ
ബൈബിളുകളും വാരി കൂട്ടിയിട്ട് കത്തിച്ചു. പക്ഷെ അവിടെ ഒന്നും ക്രിസ്തുമതം ഇല്ലാതായിട്ടില്ല. അവിടെ എല്ലാം വളരുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ കള്ളക്കേസിൽ കുടുക്കി ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരെ കയ്യാമം വെച്ച് തുറങ്കിലടച്ച് നീ ചെയ്ത് വളരാതിരിക്കത്തൊന്നുമില്ല. ഇത് വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അവരെ എവിടെ നിങ്ങൾ ഉപദ്രവിക്കുന്നോ അവിടെ ക്രിസ്തുമതം വളരും, വളർന്നുകൊണ്ടിരിക്കും. ക്രിസ്തുമതത്തിൽ നിന്ന് ആരെയും ചേർക്കണ്ട. മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം. അങ്ങനെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ ക്രിസ്ത്യാനികളായിട്ട് മാറ്റപ്പെടുന്നു, ക്രിസ്ത്യാനികളായിട്ട് ഉയർത്തപ്പെടുന്നു. ഇതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന അവരെ അങ്ങ് ഉപദ്രവിച്ചാൽ, കള്ളക്കേസ് ജയിലിലിട്ടാലോ, അല്ലെങ്കിൽ അവരെ അടിച്ചാലോ, അവരുടെ ദേവാലയങ്ങൾ കത്തിച്ച് കളഞ്ഞാലോ ഇതൊന്നും ഇല്ലാതാകത്തില്ല. ഇത് വളരുക തന്നെ ചെയ്യും. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെതിരെ ഏത് വ്യക്തികൾ അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെയും ബൈബിളെടുത്ത് പ്രസംഗിക്കുന്നവരായി തീരുന്നതായിട്ട് പലയിടത്തും കാണുവാൻ കഴിയും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ നോക്കിയാൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ഇവിടെ മതന്യൂനപക്ഷങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുകയാണ് ഇവിടുത്തെ ഭരണകൂടം. അതിനു വേണ്ട ഒത്താശ കൊടുക്കുകയും അതിനുവേണ്ട ലൈസൻസ് കൊടുക്കുകയും അവരുടെ അജണ്ടയിലുള്ള കാര്യങ്ങളാണ് ഇന്നവർ പബ്ലിക്കിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഭരിക്കുന്ന വ്യക്തികൾ വിചാരിക്കുന്ന ഇതൊന്നും ഈ മണ്ടന്മാർക്ക് അറിയത്തില്ലെന്നുള്ള തോന്നലാണ് ഈ മണ്ടന്മാർക്കുള്ളത്. നിങ്ങളാണ് ഇതിൻ്റെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ അജണ്ടയിലുള്ള കാര്യങ്ങളാണ് ഈ നടക്കുന്നത്. പിന്നെ നിങ്ങളിവിടെ വന്ന് ക്രിസ്ത്യാനികളുടെ അരമനകളിൽ കയറിയിറങ്ങി കേക്കും അലുവായും കൊടുത്തുകൊണ്ടൊന്നും പഠിക്കാത്ത മണ്ടന്മാരുണ്ട്, കത്തോലിക്കർ. ആ മണ്ടന്മാർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. ആ മനസ്സിലാകാത്തതിൻ്റെയാണ് ഇന്ന് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കടന്നു വരുന്നവർ ആരാണെന്നുള്ളത് അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. അപ്പം ക്രിസ്ത്യാനിക്ക് ഉപദ്രവങ്ങളുണ്ട്, ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഉപദ്രവങ്ങൾ തുടക്കമായതേ ഉള്ളൂ. ഇതൊന്നുമല്ല ഉപദ്രവങ്ങൾ. ഇതിലും വലിയ ഉപദ്രവങ്ങൾ ക്രിസ്ത്യാനികൾ നേരിടാൻ പോവുകയാണ്, അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങൾ നേരിടാൻ പോവുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ നല്ലത്. ഭരണകൂടമൊന്നും ആരും സംരക്ഷിക്കത്തില്ല. ഒരു നേതാക്കന്മാരും നിങ്ങളുടെയൊക്കെ വീടുകളിൽ വേണമെങ്കിൽ വന്ന് അയ്യോ ഞങ്ങൾക്ക് അബദ്ധം പറ്റി, നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല നേതാക്കന്മാരും ഇവിടെയൊക്കെ വീടുകൾ സന്ദർശിക്കും. അവരൊക്കെ നിങ്ങൾ സൂക്ഷിക്കുകയാണ് വേണ്ടത്. ഇവർ വരുന്നത് എന്തിന്? ഇവരാരാണ്? എന്താണ് അവർ ഉള്ളിലുള്ളത്? നിങ്ങൾ അവരെക്കുറിച്ച് നല്ല ബോധവാന്മാരായിരിക്കണം. അവർക്കിത് നടപ്പാക്കിയില്ലെങ്കിൽ ഇവിടെ പ്രസ്ഥാനമില്ല ഇന്ത്യയിൽ. അപ്പോൾ അവരിത് നടപ്പിലാക്കിയിരിക്കും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ സന്യാസികളെ പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ട് നിങ്ങളുടെ അടുക്കേ വരുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് അയ്യോ ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒന്നുമല്ല. ഞാനൊരു കാര്യം പറയാം. മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ BJP നേതാക്കന്മാരിൽ നിന്ന് അപലപിക്കട്ടെ. ഇത് തെറ്റാണെന്ന് പറയുവാൻ ഇവർക്ക് കഴിയുമോ? ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഈ BJP നേതാക്കന്മാർ പറയട്ടെ, അവിടെ ചെയ്തത് തെറ്റാണെന്ന് പബ്ലിക്കിൽ പറയുവാൻ തയ്യാറുണ്ടോ? ഇല്ല.
അവർ പറയുന്നില്ലല്ലോ. അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഇതൊന്നും നടപ്പാക്കാനൊക്കത്തില്ലല്ലോ. പിന്നെ കത്തോലിക്കരുടെ കണ്ണി മണ്ണ് വാരിയിടാം, പൊടിയിടാമെന്നേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെ മനുഷ്യർക്കറിയാം, ക്രിസ്ത്യാനികൾക്കും അറിയാം ഉപദ്രവങ്ങളുണ്ടെന്നുള്ളത്. പക്ഷേ അതിൻ്റെ തുടക്കം മാത്രമായി ഇതേ ഉള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിലും വലിയ കഷ്ടങ്ങൾ നേരിടാൻ നിങ്ങൾ ധൈര്യമായിരിക്കുക. അതുണ്ടാകും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് കാണാം. ബൈ.